ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. അടുത്തത് തിയറം 3.7. ലെറ്റ് ജി ബി എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n vertices and let u and v be non-adjacent vertices in G such that degree of u plus degree of v greater than or equal to n. Let G plus uv denote the supergraph of G obtained by joining u and v by an edge. Then G is Hamiltonian if and only if G plus uv is Hamiltonian. നമുക്ക് എന്താ വേണ്ടത്? ജി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ n വേർട്ടിസസ് ഉണ്ട്. ആ ഗ്രാഫിലെ രണ്ട് വെർട്ടെക്സുകളാണ് യുവും വിയും. ആ രണ്ട് വെർട്ടെക്സുകളും എന്തല്ല, അഡ്ജസൻ്റ് അല്ല. ദെൻ അവരുടെ ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ദെൻ ജി പ്ലസ് യു വി എന്ന് പറയുന്നത് ജിയുടെ ഒരു സൂപ്പർ ഗ്രാഫാണ്. വ്യത്യാസം എന്താണ്? യു വി എന്ന് പറയുന്ന ഒരു എഡ്ജും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ജിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫാണ് ജി പ്ലസ് യു വി എന്ന് പറയുന്നത്. ഇത്രയും കണ്ടീഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്ന ഗ്രാഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അതുപോലെ തന്നെ ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കാം. ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി പ്ലസ് യു വി എന്തായാലും ഹാമിൽട്ടോണിയൻ ആയിരിക്കും. കാരണം എന്താ? ജിയുടെ ഒരു സൂപ്പർ ഗ്രാഫാണ് ജി പ്ലസ് യു വി എന്ന് പറയുന്നത്. ജിയിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടെങ്കിൽ അത് എന്തായാലും എവിടെ ഉണ്ടായിരിക്കും? ജി പ്ലസ് യു വിയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി പ്ലസ് യു വി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജി പ്ലസ് യു വി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് സപ്പോസ് ചെയ്യണം? ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ അല്ല. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നേ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അത്? തിയറം 3.6. ഇഫ് ജി ഈസ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n vertices where n greater than or equal to 3 and the degree d of v greater than or equal to n by 2 for every vertex v of G, then G is Hamiltonian. എന്താ പറയുന്നത്? ഒരു ഗ്രാഫിൽ n വേർട്ടിസസ് ഉണ്ട്. ആ ഗ്രാഫ് എന്താണ്? സിമ്പിൾ കൂടിയാണ്. അതിൽ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വി സപ്പോസ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ഫോൾസ്. Then for some n greater than or equal to 3, there is a non-Hamiltonian graph in which every vertex has degree at least n by 2. എന്താ പറയുന്നത്? ആ റിസൾട്ട് ഫോൾസ് ആണ് നമ്മൾ സപ്പോസ് ചെയ്യുക. അതായത് ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ അല്ല. അതിനർത്ഥം ഏതൊരു n വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുന്ന ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് n by 2 ആണ്. ഓക്കെ, ഹാമിൽട്ടോണിയൻ അല്ല എങ്കിൽ ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആ ഒരു ഫോൾസ് റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന യുവും വി എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിലെ രണ്ട് വെർട്ടെക്സുകളാണ്. ജി ഹാമിൽട്ടോണിയൻ അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം പ്രകാരം എന്ത് പറയാം? ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n by 2 ആയിരിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n by 2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അതിൻ്റെ സം എങ്ങനെ വരും? ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n by 2 പ്ലസ് n by 2 വിച്ച് ഈസ് ഈക്വൽ ടു n. അതായത് ഡിഗ്രി ഓഫ് യു വി എന്ന് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ കിട്ടി നമുക്ക്? ലെസ് ദാൻ n എന്ന്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് നമുക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ഹൈപ്പോത്തസിസിൽ എന്താ പറഞ്ഞിരുന്നത്? ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അതിന് ഈ ഒരു കാര്യം കോൺട്രഡിക്ഷൻ ആവും. ആ ഹൈപ്പോത്തസിസിന് ഇത് കോൺട്രഡിക്ഷൻ ആയിട്ട് വരും. സോ എന്താണെന്ന് പറയാം നമുക്ക്? ജി എന്ന് പറയുന്നത് ഒരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആയിരിക്കും. ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്ത് തന്നെയായിരിക്കും? ഹാമിൽട്ടോണിയൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൂടെ തിയറം 3.6 ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോൾസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പ്രൂഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഒരു ഗ്രാഫിൻ്റെ ക്ലോഷർ എന്താണെന്നാണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ തിയറത്തിൻ്റെ ആ ഒരു
ഫോളോ ആയിട്ടാണ്, മോട്ടിവേഷനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡെഫിനേഷനിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, നമ്മളവിടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ജി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് തന്നു. ആ ഗ്രാഫിലെ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടെക്സുകൾ യുവും വി എടുക്കുന്നു. അവരുടെ ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ ജി പ്ലസ് യു വി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഗ്രാഫ് എന്ത് തന്നെയാണ്? ഹാമിൽട്ടോണിയൻ ആണ്. ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി പ്ലസ് യു വി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ജി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഗ്രാഫിലെ രണ്ട് വെർട്ടെക്സുകളാണ് യു വണ്ണും വി വണ്ണും. അവരുടെ ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യു വൺ വി വൺ എന്ന് പറയുന്ന ആ രണ്ട് വെർട്ടെക്സുകൾ ജോയിൻ ചെയ്തിട്ട് ജി വൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഗ്രാഫ് ഉണ്ടാക്കും. ഇനി ജി വൺ എടുക്കാം. ജി വണ്ണിന് ഇതുപോലെ രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്യുക. അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, ഡിഗ്രിയുടെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ ഞാൻ ആ രണ്ട് വെർട്ടെക്സുകളും എന്ത് ചെയ്യണു? ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ജി ടു എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, സൂപ്പർ ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കണം. ദെൻ ജി ടുവിൽ ഇതുപോലത്തെ വെർട്ടെക്സുകൾ ഉണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുക, അവർ നമ്മൾ ജോയിൻ ചെയ്യുക. കണ്ടീഷൻ എങ്ങനെയാണ്? ഡിഗ്രി ഓഫ് ആ ടു വെർട്ടെക്സുകളുടെ സം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. അങ്ങനെ ഒരു എല്ലാ എന്നുകളും, അങ്ങനെയുള്ള എല്ലാ വെർട്ടെക്സുകളും നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിൽ ഏത് രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അവർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലെന്ന് വിചാരിക്കുക. ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെർട്ടെക്സുകളും ഇനി ആ ഗ്രാഫിൽ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ വെർട്ടെക്സുകളും നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനം കിട്ടിയ ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിയുടെ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ലെറ്റ് ജി ബി എ സിമ്പിൾ ഗ്രാഫ് if there are two non-adjacent vertices u1 and v1 in G such that degree of u1 plus degree of v1 greater than or equal to n in G. Join u1 and v1 by an edge to form the supergraph G1. Then if there are two non-adjacent vertices u2 and v2 such that degree of u2 plus degree of v2 greater than or equal to n in G1, join u2 and v2 by an edge to form the supergraph G2. Continue in this way recursively, joining pairs of non-adjacent vertices whose degree sum is at least n until no such pair remains. The final supergraph thus obtained is called the closure of G and is denoted by C of G. ഓക്കെ, അപ്പോൾ താഴൊരു ജി എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലോഷറും കൂടെ അവർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ക്ലോഷർ ഓഫ് ജി എന്ന് പറയുന്നത് K7 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും K7 അല്ല, അത് K6 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 6 വെർട്ടെക്സുകളുള്ളൊരു ഗ്രാഫാണ്. ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങളൊന്ന് തിരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ജി എന്ന് പറയുന്ന ഗ്രാഫ് കൺസിഡർ ചെയ്യുക. അതിൽ u1ഉം v1 എന്ന് പറയുന്ന വെർട്ടെക്സുകളാണ് അവരാദ്യം കൺസിഡർ ചെയ്യുന്നത്. u1ൻ്റെ ഡിഗ്രി 3 ആണ്, v1ൻ്റെ ഡിഗ്രി 3 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് u1 പ്ലസ് ഡിഗ്രി ഓഫ് v1 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആവണം. ഇവിടെ ഡിഗ്രി ഓഫ് u1 പ്ലസ് ഡിഗ്രി ഓഫ് v1 എന്ന് പറയുന്നത് 6 ആണ്. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? u1ഉം v1ഉം ജോയിൻ ചെയ്തിട്ട് g1 എന്ന് പറയുന്ന പുതിയൊരു ഗ്രാഫ്, സൂപ്പർ ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കണം. ദെൻ ആ ഗ്രാഫ് g1ൽ ഇനി കൺസിഡർ ചെയ്യുക u2 v2 എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്യാം. u2ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്, v2ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അവരുടെ ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് 6 ആണ്. സോ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? u2ഉം v2ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന ഗ്രാഫാണ് G7 എന്ന് പറയുന്നത്. G7ൽ ഏത് രണ്ട് വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും എന്താണ്? ഇപ്പോൾ എല്ലാവരും G7ൽ എല്ലാവരും എന്താണ്? അഡ്ജസൻ്റ് ആണ്. നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സുകൾ ഇനി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ജിയുടെ ക്ലോഷർ എന്ന് പറയുന്നത് ഈ G7 എന്ന് പറയുന്ന ഗ്രാഫാണ്. G7 എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് എന്ത് തന്നെയാണ്? K6 എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫാണ്. ഓക്കെ, on the other hand, for the graph G on 7 vertices of figure 3.27 degree of u plus degree of v less than 7 for any pair uv of non-adjacent vertices in G
and so the closure operation does not get off the ground, that is C of G equal to G. എന്താ പറയുന്നത്, ഇവിടെ താഴെ ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് 3.27. ആ ഗ്രാഫിൽ ഏത് നോൺ അഡ്ജസൻറ്റ് വേർട്ടെക്സുകൾ നമ്മൾ അവരുടെ ഡിഗ്രികളുടെ സം എടുക്കുമ്പോൾ എങ്ങനെ പോവുകയാണെങ്കിലും എന്താണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ 7 ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സി ഓഫ് ജി എന്ന് പറയുന്നത് എന്ത് തന്നെയായിട്ടാണ് വരുന്നത്, ജി എന്ന് പറയുന്ന ആ തന്നിരിക്കുന്ന ഗ്രാഫ് തന്നെയായിട്ടാണ് വരുന്നത്. ആ ഗ്രാഫിന് ക്ലോഷർ എന്ന് പറയുന്നത് ആ സെയിം ഗ്രാഫ് തന്നെയാണ്. Notice that in the example of figure 3.26, there were often various choice available of pairs of non-adjacent vertices UV with a degree of U plus degree of V greater than or equal to n. The closure procedure could have been carried out in several different ways. The question arises as to whether each different way gives the same result, that is, do we always end with the same C of G? ചോദിക്കുന്നത് ഇത്ര മാത്രമാണ്. നമ്മളിപ്പോൾ നമ്മൾ ആദ്യം 3.26 U1 V1 എന്ന് പറയുന്ന വെർട്ടെക്സ് എടുത്തു, വേറെ വെർട്ടെക്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവസാനം കിട്ടുന്ന സി ഓഫ് ജി സെയിം തന്നെയാണോ അല്ലയോ എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശരിയെന്നാണ്. അതായത് നമ്മൾ ഏത് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവസാനം കിട്ടുന്ന ക്ലോഷർ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. നമുക്ക് അടുത്ത തിയറത്തിലേക്ക് കടക്കാം. തിയറം 3.8. A simple graph G is Hamiltonian if and only if its closure C of G is Hamiltonian. G Hamiltonian ആണെങ്കിൽ C of G Hamiltonian ആയിരിക്കും. C of G Hamiltonian ആണെങ്കിൽ G എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. G എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ നമുക്കറിയാം C of G എന്ന് പറയുന്നത് ജിയുടെ ഒരു സൂപ്പർ ഗ്രാഫാണ്. അപ്പോൾ ജിയിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും എവിടെ ഉണ്ടായിരിക്കും, സി ഓഫ് ജിയിലും ഉണ്ടായിരിക്കും. സോ സി ഓഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം. സി ഓഫ് ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഹാമിൽട്ടോണിയൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ സി ഓഫ് ജി എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്, ജി എന്ന് പറയുന്നൊരു ഗ്രാഫ് എടുക്കണു, അതിൽ രണ്ട് നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ എടുക്കുന്നു, യുവും വിയും. ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ രണ്ട് വെർട്ടെക്സുകൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെങ്കിൽ നമ്മൾ അവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് G1 ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ ഓരോ ഗ്രാഫുകൾ സൂപ്പർ ഗ്രാഫുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ജിയിൽ നിന്ന് G1 ഉണ്ടാക്കുന്നു, ദെൻ G2 എക്സെട്ര. Gk എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, ക്ലോഷർ ഓഫ് ജി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ക്ലോഷർ ഓഫ് ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണ്. അതായത് Gk എന്ന് പറയുന്ന ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ്. ഇനി നമ്മൾ നോക്കാം Gk എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. Gk-1 പ്ലസ് യു വി എന്ന് പറയുന്ന ഒരു എഡ്ജും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഈ യു വിയുടെ പ്രത്യേകത എന്താണ്, ഡിഗ്രി ഓഫ് യുവും ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നതിൻ്റെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. അങ്ങനെയെങ്കിൽ ബൈ തിയറം 3.7 പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അതുപോലെ തന്നെ ജി പ്ലസ് യു വി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അത് പ്രകാരം ഇവിടെ ജി കെ ഹാമിൽട്ടോണിയൻ ആണ്. അതായത് Gk-1 പ്ലസ് യു വി എന്ന് പറയുന്ന ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, Gk-1 ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇനി അതുപോലെ നമ്മൾ തൊട്ട് മുന്നത്തെ ഗ്രാഫ് അതായത് Gk-2 കൺസിഡർ ചെയ്യുക. അതെങ്ങനെ പറഞ്ഞാൽ Gk-1 എന്ന് പറയുന്നത് Gk-2 പ്ലസ് വേറൊരു എഡ്ജ് യു ഡാഷ് വി ഡാഷ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടിപ്പോൾ, Gk-1 ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് അതായത് Gk-2 പ്ലസ് യു ഡാഷ് വി ഡാഷ് എന്ന് പറയുന്ന ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, Gk-2 എന്ന് പറയുന്ന ഗ്രാഫ് എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ പിന്നോട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം എന്ത് കിട്ടും, ജി എന്ന് പറയുന്ന ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ പ്രൂഫ്. ഇനി അടുത്തത് കൊറോളറി തന്നിട്ടുണ്ട്. കൊറോളറി 3.9. ലെറ്റ് ജി ബി എ സിമ്പിൾ ഗ്രാഫ് ഓൺ n വെർട്ടിസസ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇഫ് സി ഓഫ് ജി ഈസ് കംപ്ലീറ്റ്, ദാറ്റ് ഈസ് ഇഫ് സി ഓഫ് ജി ഈക്വൽ ടു കെ എൻ ദെൻ ജി ഈസ് ഹാമിൽട്ടോണിയൻ. എന്താ പറയുന്നത്, സി ഓഫ് ജി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ജി എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ഉണ്ട്. അതിൻ്റെ ക്ലോഷർ ഗ്രാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ ആണെങ്കിൽ എന്ത് പറയാം, ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക, കംപ്ലീറ്റ് ഗ്രാഫ് എന്താണ്, ഹാമിൽട്ടോണിയൻ ആണ് അല്ലേ. കംപ്ലീറ്റ് ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് ജി എന്ന് പറയുന്ന ഗ്രാഫ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണെന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ തൊട്ടുമുകളിലത്തെ തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാം, സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ
ജി ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ദെർഫോർ ജി ഈസ് ഹാമിൽട്ടോണിയൻ. ഇമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ 3.8ൻ്റെ ഇമീഡിയറ്റ് റിസൾട്ട് പോലെയാണ് ഈ കൊറോളറി വരുന്നത്. ഓക്കെ, അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. സി ഓഫ് ജി ആസ് ദി കംപ്ലീറ്റ് ഗ്രാഫ് K6 ആണ് അവിടെ. സോ ബൈ ദി കൊറോളറി ഇറ്റ് ഫോളോസ് ദാറ്റ് ജി ഈസ് ഹാമിൽട്ടോണിയൻ. നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ ഏറ്റവും ആദ്യം ക്ലോഷറിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ കണ്ടിരുന്നൊരു G7 എന്ന് പറയുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? K6 ആണ്. ഈ K6 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫാണ്, 6 വെർട്ടെക്സ് ഉള്ളത്. നമുക്കറിയാം കംപ്ലീറ്റ് ഗ്രാഫ് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു, ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് എന്ത് പറയാം, ഈ ഫസ്റ്റ് തന്ന നമ്മുടെ ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്താണെന്ന് നമുക്ക് കിട്ടി? ഹാമിൽട്ടോണിയൻ ആണെന്ന് കിട്ടി. ഇനി അവർ സെക്കൻഡ് കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 3.27 ഒരു എക്സാമ്പിൾ കണ്ടു. അതിൽ നമുക്ക് സി ഓഫ് ജി എന്ന് പറയുന്നത് ജി തന്നെയാണെന്ന് കിട്ടി. അവിടെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്താ സി ഓഫ് ജി ഹാമിൽട്ടോണിയൻ ആണെന്നോ ജി ഹാമിൽട്ടോണിയൻ ആണെന്നോ ഒന്നും നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റില്ല. തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റിയതിൻ്റെ റീസൺ എന്തായിരുന്നു? K6 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫാണ്. കംപ്ലീറ്റ് ഗ്രാഫൊക്കെ ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് നമുക്ക് അത് പ്രകാരം എന്ത് പറയാൻ പറ്റി? ജി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ആണെന്ന് പറയാൻ പറ്റി. പക്ഷേ സെക്കൻഡ് എക്സാമ്പിളിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ പറയുന്നത് എത്ര മാത്രമാണ്? ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു ഗ്രാഫിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻ, ആ ഗ്രാഫിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് തരുവാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടിക്ക് വേറെ ആ ഗ്രാഫിൻ്റെ ഹാമിൽട്ടോണിയൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് 3.26 ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ക്ലോഷർ ഓപ്പറേഷൻ ടെൽസ് us that the graph G of figure 3.26 is Hamiltonian. This is obvious from the drawing of G. For this reason, we look at a less obvious example G in 3.28. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്. അവിടെ നമ്മൾ 9 വെർട്ടെക്സ് ഉള്ളൊരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലോഷർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നത് K9 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. സോ K9 എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫ് ആയതുകൊണ്ട് അത് ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് നമ്മുടെ ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്തായിരിക്കും കിട്ടും? ഹാമിൽട്ടോണിയൻ ആണെന്ന് കിട്ടും. അതാണ് അവിടെ താഴെ അവർ വരച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 വെർട്ടെക്സുകൾ 1ഉം 6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന വെർട്ടെക്സുകളെ ആ ഒരു വൈറ്റ് കളറിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ 1ഉം 6 എന്ന് പറയുന്നതാണ് വൈറ്റ് കളറിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അവരെയാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത G1 നോക്കുകയാണെങ്കിൽ 1ഉം 4ഉം ആണ് അവർ കൺസിഡർ ചെയ്യണം. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഓരോ എഡ്ജസ് ആഡ് ചെയ്ത് നമുക്ക് ഏറ്റവും അവസാനം എന്ത് കിട്ടുന്നു? G15 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കിട്ടും. അത് ആക്ച്വലി എന്ത് തന്നെയാണ്? K9 ആണ്. K9 ഹാമിൽട്ടോണിയൻ ആയതുകൊണ്ട് നമ്മുടെ ഗിവൺ ഗ്രാഫ് ജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹാമിൽട്ടോണിയൻ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലോഷർ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനാണ് കണ്ടത്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് 2 തിയറംസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.